ഹായ് കൂട്ടുകാരെ, നമ്മൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ ചാർട്ടാണിന്ന് നോക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഒരു ലൈവ് ചാർട്ടിൻ്റെ പ്രഡിക്ഷൻ പറഞ്ഞിരുന്നു. 20-ാം തീയതി ഉള്ള ചാർട്ട് അല്ലേ, 20-ാം തീയതി ഉള്ള ചാർട്ടിൻ്റെ ഒരു പ്രഡിക്ഷൻ നമ്മളതിൽ നടത്തിയിരുന്നു. അതിതായിരുന്നു. ഇതാണ് ഫസ്റ്റ് ക്യാൻഡിൽ. ഓക്കെ, ഇതാണ് അവിടുത്തെ ഫസ്റ്റ് ക്യാൻഡിൽ. അപ്പം ഞാൻ ലൈവ് ചാർട്ടിൽ നോക്കിയപ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ താഴേക്ക് ഉള്ള ഒരു നല്ലൊരു വീഴ്ച കണ്ടു. അതിനുശേഷം രണ്ടാമത്തെ ക്യാൻഡിലും വീഴുന്നു, അതിനുശേഷം മൂന്നാമത്തെ ക്യാൻഡിലും വീഴുന്നു. ആ സമയത്താണ് എനിക്ക് പിന്നെ ഒരു ചാർട്ട് രണ്ടാണോ മൂന്നാമത്തെയോ ചാർട്ട് തിരിച്ച് കയറുന്നതായിട്ട് കണ്ടു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത്രയും നല്ലൊരു ലെങ്തിൽ വീണിട്ട് നേരെ അതിൻ്റെ പകുതിയിലേക്ക് വന്നേക്കാം എന്ന് കരുതി. അങ്ങനെ പുറകിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു ഏരിയ നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഏരിയ ഞാൻ കൺസിഡർ ചെയ്ത് നോക്കി. അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഈ ഏരിയയൊക്കെ നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത് കണ്ടു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ആ വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്, അതൊരു 1090 അല്ലെങ്കിൽ 89 തിരിച്ച് കയറി വരും എന്ന് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പിന്നീട് ഞാനത് ആ വീഡിയോ റെക്കോർഡ് ചെയ്തതിന് ശേഷം പിന്നെ എനിക്ക് സമയം കിട്ടിയില്ല. പിന്നെ ഞാൻ യെസ് ബാങ്കിലെ ചാർട്ടിൽ നോക്കി ഇരിക്കുന്ന സമയമായിരുന്നു, എങ്കിലും എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ ഈ ചാർട്ട് താഴേക്ക് പോയി. ഞാൻ പറഞ്ഞതിന് ശേഷവും, ഞാൻ പറഞ്ഞത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ക്യാൻഡിൽ രൂപപ്പെടുന്ന സമയത്ത് എന്തോ ആയിരുന്നു അത് പറഞ്ഞിരുന്നത്. അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ഈ ചാർട്ട് ഒത്തിരി അങ്ങ് താഴേക്ക് പോവുകയായിരുന്നു. പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അതും കൂടെ ഞാൻ ഇവിടെ നിന്ന് സൂചിപ്പിക്കാം. ഇവിടെ നല്ല ഈ ക്യാൻഡിൽ നോക്കിയാൽ, ഫസ്റ്റ് ക്യാൻഡിൽ നോക്കിയാൽ നല്ല ഒരു വീഴ്ചയാണ്, നല്ലൊരു ബോഡി പാർട്ട് തന്നെ അതിനുണ്ട്. സെക്കൻഡ് ക്യാൻഡിലിനും ഒരു ബോഡി പാർട്ട് ഉണ്ടെന്ന് നമുക്ക് പറയാം. തേർഡ് ക്യാൻഡിലിനും ബോഡി പാർട്ടുണ്ട്. പക്ഷെ ഒന്ന് നോക്കിക്കേ, ഈ ബോഡി പാർട്ടിനെക്കാട്ടിലും കുറവാണിത്, ഇതിനെക്കാട്ടിലും കുറവാണിത്, ഇതിനെക്കാട്ടിലും കുറവാണ് അടുത്തത്. അങ്ങനെ ഈ ക്യാൻഡിലിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം. ശരിയല്ലേ? അങ്ങനെ ക്യാൻഡിലിൻ്റെ സ്ട്രെങ്തുകൾ കുറഞ്ഞു വരികയാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ തിരിച്ചൊരു കയറ്റത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് അത് ഉറപ്പിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിലിടുക. ഓക്കെ, ഞാൻ പറഞ്ഞത് പിടികിട്ടിയോ? നല്ലൊരു രീതിയിൽ താഴേക്ക് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു, അത് ഒരു ഇത് കുറഞ്ഞു വരികയായിരുന്നു, ആ സ്ട്രെങ്ത് കുറഞ്ഞു വരികയായിരുന്നു. അപ്പോൾ ആ വീഴ്ചയുടെ സ്ട്രെങ്ത് ഈ ഒരു രീതിയിൽ നോക്കുവാണെങ്കിൽ ഇവിടം വരെ ഇനി പോകാൻ സാധ്യതയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ നേരെ പകുതിയിലേക്ക് ഇത് വരേണ്ടതാണ്. ശരിയല്ലേ? പിന്നെ പകുതിയിലേക്ക് അത് എത്തിയില്ല എന്നുള്ളതാണ് ആ ദിവസങ്ങളിൽ. ഏകദേശം ഞാൻ നോക്കുമ്പോൾ അവസാനത്തെ സമയങ്ങളിലൊക്കെ, മീൻസ് എനിക്കൊന്ന് ഉച്ച കഴിഞ്ഞതിന് ശേഷമുള്ള സമയങ്ങളിൽ ഈ ചാർട്ട് ഞാൻ പറഞ്ഞ ആ ഒരു പോയിന്റിലേക്ക്, ഏകദേശം ഒരു 1089 എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഈ ചാർട്ട് തിരിച്ച് കയറി വന്നതായിട്ട് ഞാൻ കണ്ടു. നോക്കിയാൽ മതി, ദാണ്ട് ഈ ഭാഗമായിരുന്നു ഇവിടെ കയറി വന്ന ഈ ടോപ്പ് എന്ന് പറയുന്നത്. കണ്ടോ, 1089.70 ഇത് എത്തിയത്. ഓക്കെ, അപ്പോൾ ഞാൻ പ്രഡിക്റ്റ് ചെയ്ത, ഞാൻ ഉദ്ദേശിച്ച രീതിയിലേക്ക് അത് കയറി വന്നപ്പോൾ അത് ലൈവ് ചാർട്ടിൽ കയറി വന്നപ്പോൾ അതൊരു ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു രീതിയായിരുന്നു, ഒരു ട്രിക്കായിട്ട് തന്നെ അത് കൂടുതൽ തോന്നി. ഓക്കെ, എന്തായാലും അത് ആ രീതിയിൽ വർക്കാവുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു സന്തോഷം നൽകി. എങ്കിലും നമ്മൾ പറയുന്ന പോലെ ഇത് കുറേ നാൾ നോക്കണം. ഇത് 1-2 ദിവസമൊക്കെ നമ്മൾ പറഞ്ഞ പോലെ വന്നു എന്ന് കരുതി എപ്പോഴും അത് സംഭവിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ആക്യുറസി പറയാനൊക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു, നോക്കണം. ഓക്കെ, അപ്പോൾ അതാണ് 20-ാം തീയതി ഉള്ള ടാറ്റ മോട്ടോഴ്സിൻ്റെ ചാർട്ടിൽ അത് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ ഇത് കയറി വന്നിട്ടുണ്ട്. ഇങ്ങനെ കയറി വന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ക്യാൻഡിൽസും ഗ്രീൻ ക്യാൻഡിലായിരുന്നു എങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് പറയാം, ഈ ലെങ്തിൽ നിന്നും ഇതിൻ്റെ നേരെ പകുതിയിലേക്ക് ഇത് തിരിച്ചു വരും. അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ പറയുന്ന എല്ലാം ഗ്രീൻ ക്യാൻഡിലാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഉറപ്പിക്കും. ഇവിടെ നോക്കിയോ, എല്ലാം എന്തായിരുന്നു, റെഡ് ക്യാൻഡിൽ ആയതുകൊണ്ട് നമ്മൾ
ഒന്ന് നല്ല രീതിയിൽ ഉറപ്പിച്ച് പറയാം. ഇവിടെ ഉറപ്പിക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ ഇടയ്ക്കൊരു റെഡ് ക്യാൻഡിൽ കിടക്കുന്നത് കൊണ്ട് ഞാനങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നോക്കുവാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു രീതിയാണ് കണ്ടത് അല്ലേ. ഈ ഒരു റേഞ്ചിൽ കിടന്ന് എന്താ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് ആ ചാർട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യണം, ഇത് എപ്പോഴെങ്കിലും ഈ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്യണം. ബ്രേക്ക് ഔട്ട് ചെയ്തെങ്കിൽ മാത്രമേ, അതായത് 21-ാം തീയതി നോക്കിയാലും ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ചാർട്ട് പോയേക്കുന്നത് അല്ലേ. നല്ലൊരു കൺസോളിഡേഷൻ ലെവലാണ്. കയറുന്നു, ഇറങ്ങുന്നു, വീണ്ടും കയറുന്നു, താഴെ വരുന്നു, വീണ്ടും കയറുന്നു, താഴെ വരുന്നു, വീണ്ടും കയറാൻ നോക്കുന്നു, താഴെ വരുന്നു, വീണ്ടും കയറാൻ നോക്കുന്നു, താഴെ വരുന്നു, വീണ്ടും കയറാൻ നോക്കുന്നു. അപ്പോൾ ഇനി ഈ ലെവല് ബ്രേക്ക് ചെയ്യണം. ഈ ലെവൽ ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ ഒക്കത്തുള്ളൂ ഒന്ന് മുകളിലേക്കാണോ പോകുന്നത്, ഇനി താഴേക്കാണോ പോകുന്നതെന്ന്. അടുത്ത ദിവസവും ഈ കൺസോളിഡേഷൻ 22-ാം തീയതിയും ഈ കൺസോളിഡേഷനകത്ത് പോകാനാണ് സാധ്യത. കാരണം ഇവിടെ മുകളിൽ വന്ന് മുട്ടിയിട്ടില്ല. അപ്പോൾ ഒന്നെങ്കിൽ ഇത് ലാസ്റ്റത്തെ ക്യാൻഡിൽ മുകളിലേക്ക് കയറാനുള്ള ടെൻഡൻസിയും കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ പോയി മുട്ടാനാണ് ചാൻസ്. ഓക്കെ, അതാണ് ഞാൻ കാണുന്നത്. ഈ റേഞ്ച് തന്നെ 1090-ലേക്കൊക്കെ പോയി മുട്ടാനാണ് ചാൻസ്. വീണ്ടും അത് കൺസോളിഡേറ്റ് ചെയ്ത് എപ്പോഴെങ്കിലും ബ്രേക്ക് ചെയ്താലേ ഇനി മുകളിലേക്കാണോ താഴേക്കാണോ ബ്രേക്ക് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. ഓക്കെ, എങ്കിലേ നമുക്ക് ഇനി ചാർട്ട് എങ്ങോട്ടാണെന്ന് പറയാനൊക്കത്തുള്ളൂ. അപ്പം 22-ാം തീയതിയും അതൊരു കൺസോളിഡേറ്റ് ചെയ്ത് പോകാൻ ചാൻസാണ്. ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് ബ്രേക്ക് ഔട്ട് നടന്നാലേ പറയാനൊക്കത്തുള്ളൂ. അപ്പം ബ്രേക്ക് ഔട്ട് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് അതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാറായിട്ടില്ല. ഓക്കെ, അതൊക്കെ നമ്മളിനി കണ്ടുപിടിക്കേണ്ടതാണ്. എപ്പോഴാണ് ബ്രേക്ക് ഔട്ട് വരുന്നതെന്നുള്ള രീതിയിലൊക്കെ നമുക്ക് നോക്കേണ്ടി വരും. ഓക്കെ, എന്തായാലും ഒരു കൺസോളിഡേഷൻ പ്ലസ് ബ്രേക്ക് ഔട്ട് ഇതാണ് പ്രതീക്ഷിക്കുന്നത്. ബ്രേക്ക് ഔട്ട് ചിലപ്പോൾ മുകളിലേക്കായിരിക്കും, അല്ലെങ്കിൽ താഴേക്കായിരിക്കും. എങ്കിലേ നമുക്കിനി പറയാനൊക്കത്തുള്ളത് ഇങ്ങോട്ടാണ് ഈ ചാർട്ട് പോകുന്നതെന്നുള്ളത്. അപ്പം ബ്രേക്ക് ഔട്ട് വരെയും നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പോഴത്തെ രീതിയിൽ നമ്മൾ ബ്രേക്ക് ഔട്ട് വരെ ഇത് നോക്കി നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ.